ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റോർ റൂം വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ ചെയ്യണത്. പാർട്ട് 1 നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് കമൻസ് ഒക്കെ കിട്ടിട്ടോ ആ വീഡിയോക്ക്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് പേര് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ തന്നു. എന്താ പറയുക, ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും കമൻസ് റിപ്ലൈ തരാണ്ട് വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് വീണ്ടും ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യണേ. ഞാൻ അറിയാതെ വിട്ടുപോയതായിരിക്കും. പിന്നെ എന്താ പറയുക, പിന്നെ ആ വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ സ്റ്റോർ റൂം ഓപ്പൺ സ്റ്റോർ റൂം ആണല്ലോ, ഡോറൊന്നും വെക്കാതെ ഇങ്ങനെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആയിട്ട് കാണുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോർ റൂം ആണല്ലോ. അപ്പോൾ അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോർ റൂം ആകുമ്പോൾ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരാൾ വീട് പണിയുമ്പോൾ എന്താ പറയുക, അയാൾക്ക് തോന്നുകയാണ്, അതായത് ഞാൻ ഈ സ്ത്രീകളെ കാര്യമാണ് കേട്ടോ, സ്റ്റോർ റൂം കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ ഒരു ടെറിട്ടറി ആണല്ലോ, നമ്മുടെ ഒരു ലോകമാണല്ലോ അത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ്, അയാളുടെ വീട് പണിയുമ്പോൾ ആ വീട്ടിലെ പെണ്ണിന് തോന്നുകയാണ്, എൻ്റെ സ്റ്റോർ റൂമിന് ഡോറ് വേണം, എൻ്റെ സ്റ്റോർ റൂം ഇത്ര സൈസ് മതി, എൻ്റെ സ്റ്റോർ റൂം ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. ആ ഡോറ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഡോറ് വെക്കുക ചെയ്യണം എന്നാണ് ഞാൻ പറയണത്. അതായത് ഇപ്പോൾ വേറൊരാൾ വീഡിയോയിൽ സ്റ്റോർ റൂമിന് ഡോറ് വെച്ചിട്ടില്ല, വെക്കാത്തതിൻ്റെ ഗുണം അവർക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് അത് അവരുടെ പേഴ്സണൽ കാര്യം. അതിൽ നിന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് നമ്മുടെ ജീവിത രീതിയുമായിട്ട് ഒത്തുപോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കത് കോപ്പി ചെയ്യാം. അതല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ വിട്ട് കളയാം. കാരണം അതിൽ നമ്മൾ നെഗറ്റീവും പറയാൻ നിൽക്കണ്ട, കാരണം അത് അവരുടെ ഇഷ്ടമാണല്ലോ, അവരുടെ സൗകര്യമാണല്ലോ. നമുക്കിപ്പോൾ തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോർ റൂമിന് ഡോറ് വേണം തോന്നുകയാണെങ്കിൽ ഡോർ എന്തായാലും വെക്കാം. കാരണം എന്താ പറയുക, നമ്മൾ സ്ത്രീകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് കാലം, ഒരു ഭൂരിഭാഗം കാലം നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു വന്നിട്ട് ഉണ്ടാവുക. അതായത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞവരെ ജീവിച്ചാലും കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിൽ പോയി ജീവിച്ചാലും ആക്ച്വലി നമ്മൾ കല്യാണം കഴിഞ്ഞത് മുതലായിരിക്കും നമ്മൾ ഈ അടുക്കള ജോലികളും ഈ സ്റ്റോർ റൂമും ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നത് തന്നെ കല്യാണത്തിന് ശേഷമായിരിക്കും. കാരണം അതുവരെ നമ്മൾ ഉമ്മമാരുണ്ടാക്കി തരുന്നത് തിന്നാന്നല്ലാതെ എന്തെങ്കിലും ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും നമ്മൾ നിന്നിട്ടുണ്ടാവില്ല. പിന്നെ പക്ഷേ കല്യാണം കഴിഞ്ഞ ആ ദിവസം മുതൽ നമ്മൾ സ്വയം പര്യാപ്തരാവാണ്, പെട്ടെന്നൊരു ദിവസം മുതൽ നമ്മൾ അങ്ങോട്ട് മാറും. അപ്പോൾ ആ ഒരു സമയം മുതലായിരിക്കും നമ്മൾ ഈ സ്റ്റോർ റൂമും കിച്ചണും പാത്രങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കണക്ഷൻ വരുന്നത്. പക്ഷെ ആ ഒരു കണക്ഷൻ വരുന്ന ആ സമയം മുതൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ ജോലി എടുക്കുന്നതും, നമ്മൾ ഒരു പാത്രം വെക്കുന്നതും ഒരു പാത്രം കഴുകുന്നതും ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതും എന്ത് സംഗതിയും ആയിക്കോട്ടെ, അതൊക്കെ മറ്റ് പലരുടെയും ഇഷ്ടങ്ങളും ഇൻസ്ട്രക്ഷൻസും അനുസരിച്ചാണ് നമ്മളിത് ചെയ്യണത്. നമ്മളിത് വർക്ക് ചെയ്യുന്നത് നമ്മളാണെന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നതെല്ലാം ഇവിടെ തുടക്കുന്നത് ഈ ശീല കൊണ്ടാവണം, അവിടെ തുടക്കുന്നത് ആ മോപ്പ് കൊണ്ടാവണം, ഈ ചൂല് കൊണ്ട് അകത്തടിച്ചു വരണം, മറ്റേ ചൂല് കൊണ്ട് പുറത്തടിച്ചു വരണം, പിന്നെ പാത്രം കഴുകുന്നത് ഇത് വെച്ചിട്ടാവണം. അങ്ങനെ നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് കുറേ ഉണ്ടാവും. അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ടാവുക. കാരണം അതങ്ങനെയാണ്. അതായത് അത്രയും കാലം ആ വീട്ടിൽ ആരാണോ എന്താ പറയുക കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവരായിരിക്കും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക. പക്ഷേ ഒരു പെണ്ണിന് അവളുടെ ഇഷ്ടങ്ങളെല്ലാം പരിഗണിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് അവൾ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറുമ്പോൾ മുതലാണ്. കാരണം ആ വീട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ചെയ്യുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അവളുടെ ഇഷ്ടങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെയല്ലേ? എനിക്കിപ്പോൾ എൻ്റെ കിച്ചണിൽ സ്റ്റോർ റൂമിന് ഡോറ് വെക്കാത്തതിന് എനിക്ക് പേഴ്സണലി 2 ഗുണങ്ങളാണുള്ളത്. ഒന്നെന്താണെന്ന് വെച്ചാൽ, എൻ്റെ വർക്ക് ഏരിയ കുറച്ച് വീതി കുറവുള്ള ഒരു വർക്ക് ഏരിയ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വർക്ക് ഏരിയയിൽ സ്റ്റോർ റൂമും കൂടെ അറ്റാച്ച്ഡ് ആയി വന്നിട്ട് ഇങ്ങനെ ലോങ് ആയിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോൾ നല്ല രസമാണ്. എനിക്ക് ഒരു ലോങ് കിച്ചൺ പോലെ തന്നെ ഫീൽ ചെയ്യാണ്. സ്റ്റോർ റൂം വേറെ ഒരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നണേ ഇല്ല. അതെൻ്റെ കിച്ചൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായി എനിക്ക് തോന്നണോണ്ട് തന്നെ രണ്ടും ഒരേ വീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നീളത്തിൽ ഇങ്ങനെ പാരലൽ കിച്ചൺ ഉണ്ടാക്കുമല്ലോ, അതുപോലെ എനിക്കത് കിച്ചൻ്റെ ഒരു ഭയങ്കര വിശാലത തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു കുടുസായിട്ടുള്ള ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യണ പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നേ ഇല്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഞാൻ എൻ്റെ സ്റ്റോർ റൂമിലേക്ക് എപ്പോഴും എൻ്റെ വ്യൂ പോകണോണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് സാധനങ്ങൾ എടുക്കാനും വെക്കാനും ഒക്കെ നല്ല സുഖമാണ്. പിന്നെ എപ്പോഴും എനിക്ക് കാഴ്ച അങ്ങോട്ട് പോകണോണ്ട് തന്നെ അവിടെ എപ്പോഴും വൃത്തിയാക്കി ഇടാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കും. കാരണം എന്താ പറയുക, അവിടെ എന്തെങ്കിലും ഒരു അവിടുത്തെ റാക്കിൽ ഇരിക്കുന്ന ഒരു ടിന്നിങ്ങനെ പൊസിഷൻ മാറി ചെരിഞ്ഞിട്ട് ഇങ്ങനെ നിന്നാൽ തന്നെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കി എനിക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ ചെരിച്ചാണ് ഈ കുട്ടികൾ വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് അത് കാണുമ്പം. അതിങ്ങനെ ഓർഡറിൽ നിൽക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം. അപ്പം ഞാൻ അപ്പം തന്നെ പോയിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ ഓർഡറിൽ വെക്കും. താഴെ എന്തെങ്കിലും ഒരു സാധനം വെറുതെ വലിച്ചു വാരിയിടാനോ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കലുണ്ട്. കാരണം എപ്പോഴും എൻ്റെ കാഴ്ച അങ്ങോട്ട് പോണോണ്ട് തന്നെ കിച്ചൺ ഇങ്ങനെ നീറ്റാക്കി ഇടുമ്പോൾ കിച്ചണിനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റോർ റൂമും അതിൻ്റെ കൂടെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും. അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അത് നേരെ മറിച്ച് ഡോർ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ആ ഡോർ അടച്ചു കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ വൃത്തിയാക്കുമ്പം ആ സ്റ്റോർ റൂമിൻ്റെ ഡോർ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോർ റൂം അത് ഡോർ അടിച്ചതിൻ്റെ അപ്പുറത്താണല്ലോ നമ്മളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം. അത് ഇതേപോലെ അത്രയും ഓർഗനൈസ്ഡ് ആയി നമുക്ക് വെക്കാൻ ഞാനങ്ങനെ വെക്കാൻ ശ്രദ്ധിക്കണമെന്നില്ല. പിന്നെ എനിക്ക് കുറേ കഴിയുമ്പോൾ ഡോർ വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഡോർ വെക്കുക ചെയ്യും. അതായത് ഒരു ഫർപ്പിൻ്റെ ഡോറ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരത്തെ പരിപാടിയുള്ളൂ, അവർ വന്ന് അത് ഫിറ്റ് ചെയ്തിട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് ഡോറായി. ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ഡോറ് വേണ്ട എന്നാണ്. ഇത് തന്നെയാണ് എനിക്ക് സൗകര്യമായിട്ട് തോന്നുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഡോറ് വേണം, ഡോറ് വെച്ചോ, അതുതന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ജീവിത രീതികളും ഓരോരുത്തർ വർക്ക് ചെയ്യുന്ന ഓരോരോ രീതിക്കാണല്ലോ. ഇപ്പോൾ ഒരാൾ ബിരിയാണി എന്ന് പറഞ്ഞ സാധനം എല്ലാത്തിലും ഇടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷെ ഓരോ ആളുണ്ടാക്കിയ ബിരിയാണിക്കും ഓരോരോ ടേസ്റ്റ് അല്ലേ. കാരണം എന്താ, അവർ വർക്ക് ചെയ്യുന്നത് അവരുടേതായ രീതിയിലായിരിക്കും. ഇത് ഇടുന്നതും ഇളക്കുന്നതും മിക്സ് ചെയ്യുന്നതും ഒക്കെ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോഴും ഒരേ റെസിപ്പി വായിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ എല്ലാവർക്കും വ്യത്യസ്തമായ രീതികളാണ് അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു കംഫർട്ട് പ്ലേസ് ആണോ നമ്മുടെ വീട്. ഓരോ പെണ്ണിനും അവളുടെ ജോലികൾ എടുക്കാൻ ഈസി ആവുക, ഒന്നുകൂടി ഈസി ഉള്ള രീതിയിൽ. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട് നമുക്കൊരു കാര്യമില്ലല്ലോ. നമ്മളെ വീടിനകത്ത് മറ്റുള്ളവർക്ക് കാണാനല്ല സാധനങ്ങൾ, നമ്മുടെ വീടിനകത്ത് നമുക്ക് കാണാനും നമുക്ക് യൂസ് ചെയ്യാനും നമ്മൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജോലികൾ എളുപ്പമാക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് വെക്കേണ്ടത്. അപ്പോഴേ നമുക്ക് അതുകൊണ്ട് വലിയ ഉപകാരങ്ങളുള്ളൂ. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ സ്റ്റോർ റൂമിനെ കുറിച്ചാണല്ലോ പറഞ്ഞു തന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സ്റ്റോർ റൂമിനെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നല്ലോ. അതായത് സ്റ്റോർ റൂമിൻ്റെ സൈസ്, പിന്നെ തട്ടുകൾ അടിച്ചത് എങ്ങനെയാണ്, തട്ടുകൾ വാർക്കാതിരിക്കാനുള്ള കാരണം എന്താണ്, എന്താ പറയുക, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു കഴിഞ്ഞു. പിന്നെ സ്റ്റോർ റൂമിലുള്ള ഈ ടിന്നുകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മലപ്പുറത്തുള്ള വൈറ്റ് ക്രോക്കറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ടിന്നുകളൊക്കെ മേടിച്ചത്. പിന്നെ എന്താ പറയുക, ഇതിലിപ്പോൾ ഞാൻ പാർട്ട് 1 നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ താഴത്തെ ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റവും ഫസ്റ്റ് വരുന്ന തട്ടിലേക്കുള്ള ഹൈറ്റ് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് അളന്ന് കാണിച്ചു തന്നില്ലേ. എൻ്റെ ഈ 2 ബക്കറ്റുകൾ ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ട് ആ 2 ബക്കറ്റ് മേലെ മേലെ വെക്കാനുള്ള ഒരു ഹൈറ്റ് കണക്കാക്കിയിട്ടാണ് ഞാൻ ആ ഒരു ഉയരം ചെയ്യിച്ചത്. പിന്നെ അതിൻ്റെ മേലെ വരുന്ന തട്ട്, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ഈ തട്ടിൽ വെച്ച ടിന്ന് കണ്ടോ, അങ്ങനത്തെ ടിന്നുകൾ ഇനിയും വാങ്ങുവാണെങ്കിൽ എന്താ പറയുക, ആ ടിന്നുകൾ ഇതിൻ്റെ മേലെ കയറ്റി വെക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിലാണ് ഞാനത് ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം ഒരു 20 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ കമ്പി വെൽഡ് ചെയ്തിട്ടുള്ളത്, തട്ടടിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു കമ്പീൻ്റെ മേലെയാണ് നമ്മൾ വി ബോർഡ് സ്ക്രൂ ചെയ്ത് കയറ്റിയിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്റ്റോർ റൂമിൽ വലതുവശത്ത് വരുന്ന നീളത്തിലുള്ള തട്ടുകൾ, അതിൻ്റെ നീളം വരുന്നത് 64 ഇഞ്ചാണ് കേട്ടോ. എന്താ പറയുക, ആ 64 ഇഞ്ച് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു നീളത്തിലുള്ള ഒരു ജനൽ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും നീളത്തിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ തട്ടുകളുടെ നീളം. കാരണം അത് കവിഞ്ഞിട്ട് ഇങ്ങോട്ട് ചുമര് മുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വിൻഡോ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിൻഡോ നീളത്തിൽ ഇങ്ങനെ ഫുൾ ഹൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു 64 ഇഞ്ചിൽ എടുത്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് തട്ടടിക്കാണ് കേട്ടോ ചെയ്തത്. എന്താ പറയുക, ഇതിപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ഇതേ അളവിൽ ഒന്നും അല്ല വരിക. ഓരോരുത്തർക്കും അവരുടെ സ്റ്റോർ റൂം എങ്ങനെയാണോ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈസ്, അതിൽ സ്റ്റോർ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ അവരതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി
എടുത്ത് വെച്ചിട്ടുള്ള വാങ്ങിച്ച് വെച്ചിട്ടുള്ള ടിന്നുകളൊക്കെ അനുസരിച്ച് അതിൻ്റെ സൈസും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തട്ടുകളൊക്കെ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ ബക്കറ്റുകളിലും ടിന്നുകളിലൊക്കെ എന്തൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഈ 4 ബക്കറ്റുകളുണ്ടല്ലോ താഴെ വെച്ചിട്ടുള്ളത്, ഈ 4 ബക്കറ്റുകൾ ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അത്, പിന്നെ പച്ചരി, പിന്നെ നമ്മൾ ബൾക്കായിട്ട് വീട്ടിൽ ഉണക്കി പൊടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഈ അരിപ്പൊടി, അരിയൊക്കെ കഴുകിയിട്ട് നമ്മൾ മില്ലിൽ കൊടുത്തിട്ട് അരിപ്പൊടി, പുട്ടുപൊടി അങ്ങനെയൊക്കെ പൊടിപ്പിക്കുമല്ലോ. പക്ഷെ ഞാനിതുവരെ അങ്ങനെ പൊടിപ്പിച്ചിട്ടില്ല, അത് വേറെ വിഷയം. പക്ഷെ അങ്ങനെ വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ബക്കറ്റുകളാണ് കേട്ടോ. അതുപോലെ ഞങ്ങളാകെ 4 ആൾക്കാരല്ലേ ഉള്ളൂ, ഞാനും ഹസ്ബൻഡും പിന്നെ 2 കുട്ടികളും. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ഇടയ്ക്ക് പോകുമ്പോൾ 5 കിലോൻ്റെ പാക്കറ്റ് കിട്ടുമല്ലോ, ഇങ്ങനെ അരിപ്പൊടി, ചപ്പാത്തിപ്പൊടിയൊക്കെ അങ്ങനെ, പിന്നെ പുട്ടുപൊടിയൊക്കെ കുറച്ച് മതി ഞങ്ങൾക്ക്, പുട്ടൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് പൊടി വാങ്ങിച്ചാൽ തന്നെ ഞങ്ങൾക്കത് കുറേ ദിവസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനെന്താ ചെയ്യലെന്ന് വെച്ചാൽ അങ്ങനെ പാക്കറ്റ് ഇടയ്ക്ക് വാങ്ങും. എന്നിട്ട് ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് ബക്കറ്റിലേക്ക് ആ പാക്കറ്റ് പൊട്ടിച്ച് പാക്കറ്റോടെ തന്നെ ഇറക്കി വെക്കാട്ടോ ചെയ്യാം. ഈ ബക്കറ്റിക്ക് ആ പാക്കറ്റിൽ നിന്ന് പിന്നെ ബക്കറ്റിലേക്ക് കൊട്ടി പാക്കറ്റ് ഒഴിവാക്കാൻ അതൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് ആ പാക്കറ്റിൻ്റെ മേൽഭാഗം പൊട്ടിച്ച് കളയും. എന്നിട്ട് അത് തുറന്നുകൊണ്ട് തന്നെ ആ പാക്കറ്റ് ആ ബക്കറ്റിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കും. എന്നിട്ട് ആ കവറ് കാലിയാവുമ്പോഴാണ് ഞാനത് തട്ടിക്കൊട്ടി വൃത്തിയാക്കി ആ കവറൊക്കെ ഒഴിവാക്കുള്ളൂ കേട്ടോ. സാധാരണ ഞാൻ അരി ഓടിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് ചെയ്യുക. അരിയൊക്കെ കൊണ്ടുവന്നിട്ട് നേരെ ആ കവറോടെ അങ്ങനെ ഇറക്കി വെക്കുക ചെയ്യുക. ചില വീഡിയോസിലൊക്കെ നമ്മൾ കാണുമല്ലോ, ഓരോ സംഭവങ്ങൾ കടല, പയർ ഒക്കെ കൊണ്ടുവന്നിട്ട് പൊട്ടിച്ച് ഓരോ പാക്കറ്റ് ഓരോ ടിന്നിലേക്ക് ഇട്ട് വെക്കണത്. അങ്ങനെ ചെയ്യാൻ എനിക്ക് നല്ല മടിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമാണല്ലോ. പിന്നെ ഈ മൂലക്കൽ വെച്ചിട്ടുള്ള വലിയ ബക്കറ്റ് ഉണ്ടല്ലോ, ഇത് എൻ്റെ ഉമ്മ പ്രത്യേകം പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. ഉമ്മ പറഞ്ഞു, അതായത് എൻ്റെ വീട്ടിലൊക്കെ അരിയൊക്കെ കൊണ്ടുവരുമ്പോണ്ടല്ലോ, ഇപ്പോൾ ഒരു ചാക്ക് അരി അങ്ങനെയൊക്കെ കൊണ്ടുവരും കേട്ടോ, ഒരു ചാക്ക് 2 ചാക്ക് അങ്ങനെ ചാക്കിലൊക്കെ അരി കൊണ്ടുവരിക. അപ്പോൾ അവർക്കിത് ഇട്ട് വെക്കണമെങ്കിൽ വലിയ ബക്കറ്റ് വേണം. അങ്ങനെ ശീലമായിട്ട് ഉമ്മ എന്നോട് പറഞ്ഞു, ഒരു വീടൊക്കെ ആകുമ്പോൾ കുറേ അരിയൊക്കെ വാങ്ങും, അപ്പോൾ ഇത് എങ്ങനെ നീ ഇട്ട് വെക്കും, വേറെ വേറെ ബക്കറ്റിലിട്ട് വെക്കണ്ടേ, ഒരു വലിയൊരു ബക്കറ്റ് വേണമെന്നാണ്. അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷെ സത്യത്തിൽ ഞങ്ങൾ അത്രയും ബൾക്കായിട്ടൊന്നും സാധനങ്ങൾ വാങ്ങാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടില്ല. ഞാനിതിൽ വെക്കണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കിണറിന് ഭാവിയിൽ കമ്പിയൊക്കെ അടിച്ചിട്ട് നെറ്റ് ഇടാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ്, അതുപോലെ ഇവിടെ ഒരു സൽക്കാരം നടന്നപ്പോൾ അന്ന് ടേബിളിൽ വിരിച്ച പേപ്പറിൻ്റെ ബാക്കി, പേപ്പർ പ്ലേറ്റിൻ്റെ ബാക്കി, പേപ്പർ ഗ്ലാസിൻ്റെ ബാക്കി, അങ്ങനെയുള്ള കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ കൂടി കുത്തി നിറച്ച് ഈ ബക്കറ്റിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഈ ഒരു ചെറിയ ബക്കറ്റിൽ ഞാൻ വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സ്പൂണും കയ്യിലും ഒക്കെ അല്ലാതെ നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ടാവുമല്ലോ. ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട് വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വെച്ചത്, അതല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണ്, ഒരു പരിപാടി വരികയാണ്, അപ്പം നമുക്ക് കുറേ കയ്യിൽ സ്പൂണ്, കോരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എക്സ്ട്രാ മേടിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിപ്പോൾ കിച്ചണിലെ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെക്കാൻ നിന്നാൽ അതന്നെ ഉണ്ടാവുള്ളൂ പിന്നെ വെക്കാൻ, അതുകൊണ്ട് കംപ്ലീറ്റ് ഫുള്ളായി പോവും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ബക്കറ്റിൽ എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഇതൊക്കെ എൻ്റെ ഉപ്പ വാങ്ങിച്ചു തന്നിട്ടുള്ള സാധനങ്ങളാണ്, ഉപ്പാൻ്റെ വകയായിട്ട് ഉപ്പ മേടിച്ചു തന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബക്കറ്റിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് എൻ്റെ ക്ലീനിങ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ സാധനങ്ങളാണ് കേട്ടോ. മോപ്പിൻ്റെ ഇത് കേട് വരുമ്പോൾ വെക്കാനുള്ളത്, പിന്നെ 1-2 എക്സ്ട്രാ മുറം, പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ച്, അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു സിൽക്ക് കമ്പി ഉണ്ടല്ലോ പാത്രം കഴുകുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെ കുറേ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സാധനങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്താണ് കേട്ടോ. നമ്മൾ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ഗ്ലൗസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യാത്തത് ഈ ഒരു ബക്കറ്റിനകത്ത് ഇട്ടിട്ട് അടച്ചു വെച്ചിക്കാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കുറേ എക്സ്ട്രാ മേടിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ ഒരു വർക്കിംഗ് ടൂൾസ് ആണല്ലോ. നമ്മുടെ ജോലികൾക്ക് ഈ സംഭവങ്ങളൊക്കെ ആവശ്യമാണ്. നമ്മളൊരു വീട് നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഇല്ല, എല്ലാം നമ്മൾ ഉപയോഗിക്കണ ഒരെണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കേടുവരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് കേടുവരികയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ പെട്ടെന്ന് വേറൊരെണ്ണം കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതൊരു സുഖമാണല്ലോ. പിന്നെ ഇത് കണ്ടോ, ഞാൻ എൻ്റെ വെട്ടുകത്തിയും അരിവാളും വെച്ചിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ.
പിന്നെ അതിൻ്റെ താഴെ 3 ഡ്രോവേഴ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഡ്രോവറിൽ എന്താ പറയുക, റവ അതേപോലെ ഒരു ചെറിയ കവറിൽ മുറുക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ ഞാൻ കുറച്ച് പട്ട കൊണ്ടുവന്നതാണ് കേട്ടോ. ബിരിയാണിയിലൊക്കെ ഇടുന്ന പട്ട ഉണ്ടല്ലോ അത്. അതായത് ഈ 3 ഡ്രോവേഴ്സും ഞാനങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സാധനം വെക്കാനെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ മാർക്കറ്റിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അതുണ്ടോ ഇത് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കവറൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ്. അപ്പോൾ ഈ ചില സംഭവങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ അപ്പം തന്നെ എനിക്ക് ഓരോന്നും ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി അതിൻ്റെ ടിന്നിലേക്ക് ഇട്ട് വെക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് എവിടെയെങ്കിലും വലിച്ചിടാതെ ഞാൻ വേഗം കൊണ്ടുവന്നിട്ട് ഈ ഡ്രോവറിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെക്കുക ആ സാധനങ്ങളൊക്കെ. എന്നിട്ട് പിന്നെ എനിക്ക് ഒരു മൂഡ് വരുന്ന സമയത്താണ് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് അത് ഓരോന്നും അതിൻ്റെ പാക്കറ്റ് ടിന്നിലേക്ക് മാറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇത് കന്നാസാണ്. ഈ കന്നാസിനകത്താണ് ഞാൻ എൻ്റെ ആട്ടിക്കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ഇട്ട് വെക്കുന്നത്. വെളിച്ചെണ്ണ ഞങ്ങളിവിടെ തേങ്ങ ഉണക്കി അത് ആട്ടാൻ കൊടുത്ത് ആട്ടിക്കൊണ്ടുവരുന്നതല്ല. അത് എൻ്റെ ഉമ്മ വരുമ്പോൾ ഉമ്മ ഇപ്പം കൂടെ വരുമ്പോൾ അവർ കൊണ്ടുവരുന്നതാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് തെങ്ങില്ല ഗൈസ്. അപ്പോൾ തെങ്ങില്ലാത്തതുകൊണ്ട് അവർ തേങ്ങ ഇട്ട് അവിടെ വീട്ടിലേക്ക് ആട്ടി എണ്ണ ഉണ്ടാക്കുമ്പോൾ എനിക്കും കൂടെ കൊണ്ടുവന്ന് തരും. അങ്ങനെ അതാണ് ഞാൻ ഉപയോഗിക്കൽ. എന്താ പറയുക, ഇപ്പോൾ ഇത് സംഭവം തീരാറായിട്ടുണ്ട്, കാലിയായിട്ടുണ്ട്. അങ്ങനെ അതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഏറ്റവും താഴത്തെ തട്ടിൽ, അതായത് ഗ്രൗണ്ടിൽ അടുക്കി വെച്ചിട്ടുള്ള സംഭവങ്ങൾ. ഇനി അതിൻ്റെ മേലെ വരുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിന്നുകളൊക്കെയാണ്. ആ ടിന്നുകളിലൊന്നും പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഞങ്ങളങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ആളുകളൊന്നും അല്ല. ഞങ്ങളൊരു 1-2 ആഴ്ച കൂടുമ്പോഴേക്കും മാർക്കറ്റിലേക്ക് പോവും, അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും. അങ്ങനെ അത് തീരുമ്പോൾ ഞങ്ങൾ വീണ്ടും പോവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ബൾക്കായിട്ട് സാധനങ്ങൾ കൊടുന്ന് ഇങ്ങനെ ടിന്നിലിട്ട് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ ഈ ടിന്നുകളിലൊക്കെ നിറയുന്നത് എപ്പോഴാണെന്നറിയോ, എൻ്റെ ഉപ്പിമ്മയും വരുമ്പോഴാണ്. ഉപ്പിമ്മയും ആങ്ങളമാരൊക്കെ വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും. കുറേ ബേക്കറി ഐറ്റംസ്, ചിപ്സ്, മിക്സ്ചർ, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഈ ടിന്നുകളൊക്കെ ഫുള്ളാവും കേട്ടോ. അങ്ങനെ അതുവരെ ഇതൊക്കെ കാലിയായിരിക്കും. കണ്ടോ, കുറച്ച് മൈദപ്പൊടി, പിന്നെ ഒരു ടിന്നിൽ എന്താ പറയുക കുറച്ച് കുരുമുളക്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ആ പാക്കറ്റ് കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെ ഞാൻ വെക്കുകയാണ് കേട്ടോ ചെയ്യാം. ഇതിപ്പോൾ ഞാനിതിന് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തന്നെയെന്നറിയോ. എന്താ പറയുക, എല്ലാവരും ചോദിക്കലുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എത്ര രൂപയായി എന്നൊക്കെ. അപ്പോൾ അത് നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഇത് ഞാൻ ഒരു ഷോപ്പ് തപ്പിപ്പിടിച്ച് അവിടെ നിന്ന് പോയി സാധനങ്ങൾ മേടിച്ചു വന്നതല്ല. ഞാൻ പറഞ്ഞില്ല, ഈ ടിന്നുകളും സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത് എൻ്റെ ഉപ്പയാണ്. അപ്പോൾ എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോപ്പിംഗ് ഫോണ്ടായിട്ടുള്ള ഒരാളൊന്നുമല്ല, ഭയങ്കര ഷോപ്പിംഗ് ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല. ഇപ്പം എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് പോയിട്ട് ഇപ്പോൾ ഒരു ഇങ്ങനെ വഴിയിൽ കണ്ട ഏതെങ്കിലും ഒരു കടൻ്റെ മുമ്പിൽ വണ്ടി നിർത്താൻ പറയും. അവിടെ വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങും, ആ കടയിലേക്ക് അങ്ങോട്ട് കയറും, അവിടെ നിന്ന് എന്താണോ കിട്ടുക അതൊക്കെ മേടിക്കാം. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഇവിടെ ഈ സാധനം ഇല്ല എന്നാൽ നമുക്ക് മറ്റേ കടയിൽ പോയി നോക്കാം, അങ്ങനത്തെ പരിപാടിയില്ല. ഇപ്പോൾ എല്ലാം വാങ്ങിത്തരും, പക്ഷെ അത് ഇപ്പോൾ കൊണ്ടുവന്ന ആ കടയിൽ നിന്നായിരിക്കും വാങ്ങിത്തരാമെന്ന് മാത്രം. അങ്ങനെ പിന്നെ ഈ ഒരു കോർണറിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള മണ്ണെണ്ണയും ഒരു കിണ്ടിയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഈ ഒരു ടിന്നിൻ്റെ ബാക്കിൽ കണ്ടോ ഞാൻ തേൻ എടുത്ത് വെച്ചിട്ടുള്ളത്, അത് ഞാൻ തേൻ ഒളിപ്പിച്ച് വെച്ചതാണ് കേട്ടോ. കാരണം ഇവിടെ മക്കൾക്ക് തേൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവരത് വെറുതെ എടുത്ത് കുടിച്ച് തീർക്കും. അപ്പോൾ ഞാൻ തേൻ വെറുതെ കൊടുക്കാനല്ല, എന്തെങ്കിലും വയറിന് ഒരു അസുഖമൊക്കെ വരുന്ന സമയത്ത് ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേൻ കൊണ്ടുവന്ന് വെക്കുന്നത്. പിന്നെ ഈ കാണുന്ന ടിന്നുകളിലൊക്കെ ചപ്പാത്തിപ്പൊടി, പാൽപ്പൊടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ബാക്കി ടിന്നുകളൊക്കെ കുറേ കാലിയാണ്. അതിൻ്റെ അകത്ത് ഇനി നമ്മൾ പുട്ടുപൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ, അരിപ്പൊടി പുട്ടുപൊടിയൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണക്കമീനൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഓരോ ടിന്നിലൊക്കെ ഞാനിട്ട് അടച്ചു വെക്കാൻ കേട്ടോ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഈ തട്ടുകളിലൊന്നും ഒന്നുമില്ല. മേലെ ഒരു ഉരുളി ഉണ്ട്. ആ ഉരുളിയൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു വീടാവുമ്പോൾ ഒരു ഉരുളിയൊക്കെ വേണമല്ലോ, അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള സാധനമാണ്. ഒരു പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ രസമായിട്ട് ഒരു ഫംഗ്ഷന്, അതായത് ഒരു പെരുന്നാളൊക്കെ വരുമ്പോൾ പായസമൊക്കെ ഉരുളിയിൽ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മേടിച്ചിട്ടുള്ള ഒരു ഉരുളിയാണ് കേട്ടോ അത്. അപ്പം നമ്മൾ സ്റ്റോർ റൂമിലേക്ക് കയറുമ്പോൾ നേരെ മുന്നിൽ കാണുന്ന തട്ടുകളിൽ എന്തൊക്കെയാണ് ഞാൻ വെക്കാറുള്ളത് എന്നിപ്പോൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള തട്ടുകളാണ് കേട്ടോ. ഇതിലിപ്പോൾ ഈ തട്ടിൽ വരുന്നത് ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ ഓരോ വെജിറ്റബിൾസും ഫുഡ് ഐറ്റംസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിന്നുകളാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ടിന്നുകൾ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ഈ പച്ച മൂടിയും ആ ബ്രൗൺ മൂടിയും ഉള്ളതുണ്ടല്ലോ, അത് രണ്ടും 2 സൈസാണ്. ആ 2 സൈസിലുള്ളതും
എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, കുറച്ചെണ്ണം ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ പച്ചക്കറികളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നല്ല സുഖമായിട്ട് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ബാക്കിൽ വരുന്നത് രണ്ട് എന്താ പറയുക തൂക്കുപാത്രമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു മുറാണ്. ഈ മുറത്തിൽ എന്താ പറയുക നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ചപ്പാത്തി പൊടി ഉണ്ടല്ലോ, അതാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇതുപോലത്തെ രണ്ട് പ്ലാസ്റ്റിക് നീളത്തിലുള്ള റെക്ടാങ്കുലർ ടിന്നുകളാണ് കേട്ടോ. ഈ സംഭവം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിൽ ഏറ്റവും മുകളിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഈ ചെറിയ അരി, പിന്നെ ചാമാരി, അവല്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് പാക്കറ്റോടെ അങ്ങനെ തന്നെ കെട്ടിയിട്ട് ആ കവറിൽ അങ്ങനെ വെച്ചിക്കാണ് കേട്ടോ. അതൊന്നും ഞാൻ സെപ്പറേറ്റ് വേറെ ടിന്നിൽ അങ്ങനെ ഇട്ട് വെക്കലില്ല. ആ കവറിൽ നിന്ന് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ടിന്ന് തുറന്നിട്ട് ആ കവറിൽ നിന്ന് ഞാൻ കുറച്ചിങ്ങോട്ട് എടുക്കും. കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഞാനിങ്ങോട്ട് എടുക്കും. ബാക്കി ആ കവർ അതേപോലെ തന്നെ കൈകൊണ്ട് കെട്ടിയിട്ട് ഈ ഒരു ബോക്സിനകത്തേക്ക് ഇട്ട് അടച്ച് വെക്കാൻ കേട്ടോ ചെയ്യുക. ഇങ്ങനെ ഓരോന്നും വേറെ വേറെ ടിന്നിലാക്കി അങ്ങനെ വെക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ വെക്കുന്നതാണ് എനിക്ക് സുഖം. എന്നാൽ പിന്നെ വേറെ കുറേ സെപ്പറേറ്റ് ടിന്നുകളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതിനകത്ത് ഇനിയും സാധനങ്ങൾ കൊള്ളും കേട്ടോ, കുറേ സാധനങ്ങൾ കൊള്ളും. പിന്നെ ഇങ്ങനത്തെ ബോക്സുകൾ എപ്പോഴും നമുക്ക് സ്റ്റോർ റൂമിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. എന്താ പറയുക, ഇത് ഈ ഒരു തട്ടിന് പാകമുള്ള സൈസാണ്. ഇതിനേക്കാളും വലിയ സൈസൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആകുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ബക്കറ്റ് വാങ്ങണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആകുമ്പോൾ ഇപ്പോൾ ഞാൻ എക്സ്ട്രാ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ, എന്താ പറയുക കയ്യിലും ചട്ടകം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ബക്കറ്റിൽ വെച്ചത് കാണിച്ചു തന്നില്ലേ, അങ്ങനത്തെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോക്സിലും വേണമെങ്കിൽ ഇട്ട് വെക്കാൻ പറ്റും. വലിയ ബോക്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഉള്ളത് എന്താ പറയുക, ഇവിടെ ഒരു കൊട്ടയുണ്ട്. ഈ കൊട്ടയിൽ ഞാൻ എൻ്റെ ഈ പൊടിയൊക്കെ അരിക്കുന്ന അരിപ്പകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ കുറച്ച് ഈ മീൻ കട്ട് ചെയ്യുന്ന ഫിഷ് കട്ടിങ് ആ സീസേഴ്സും കുറച്ച് എക്സ്ട്രാ കത്തികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്താണ് വെച്ചത് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്യാത്ത ഐറ്റംസാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ അടുത്ത് വരുന്ന ടിന്നുകൾ, ഇതൊക്കെ ഞാൻ വീടൊക്കെ വെക്കണതിൻ്റെ ഒരുപാട് മുന്നേ മേടിച്ചിട്ടുള്ള ടിന്നുകളാണ്. ഈ പുള്ളി ഡിസൈനൊക്കെ ഉള്ളത് കേട്ടോ, കളർഫുള്ളായ ഐറ്റംസ്. മറ്റതൊക്കെ ഞാൻ ഏകദേശം ഗ്രേ കളർ ടോണിൽ തന്നെ സെലക്ട് ചെയ്ത് മേടിച്ചിട്ടുള്ള ടിന്നുകളാണ്. അപ്പോൾ ഈ ഒരു ഗ്രേ ടിന്നിൽ കണ്ടില്ലേ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ മസാലപ്പൊടികൾ ഉണ്ടല്ലോ, അതായത് ഈസ്റ്റേൺഡും അങ്ങനെയൊക്കെ നമ്മൾ സാമ്പാർ പൊടി, ചിക്കൻ മസാല അങ്ങനെയൊക്കെ നമ്മൾ മേടിക്കൂലേ, അങ്ങനത്തെ ടിന്നുകൾ ഞാൻ പൊട്ടിച്ചിട്ട് എല്ലാ പാക്കറ്റും കൂടെ ഇങ്ങനത്തെ ഒരു ടിന്നിലാണ് ഇട്ട് വെക്കുക കേട്ടോ. ആ പാക്കറ്റുകൾ ഞാൻ അത് പൊട്ടിച്ച് അത് ഞാൻ വേറെ കുഞ്ഞു കുഞ്ഞു ടിന്നിലേക്ക് മാറ്റൂല, ഇങ്ങനെ പാക്കറ്റോടെ തന്നെ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു മൂടി തുറന്നിട്ട് കിച്ചണിലേക്ക് കൊണ്ടവിടെ വെക്കും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അച്ചാർ പൊടിയാണെങ്കിൽ അത്, അല്ല ഫിഷ് മസാലയോ സാമ്പാർ പൊടിയോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ യൂസ് ചെയ്യും. റെയർലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേനോ, ഒരു തുറക്കുന്ന, അതായത് ഒറ്റ കണ്ടെയ്നറിൽ തന്നെ കുറേ പൊടികൾ ഇട്ട് വെക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഇട്ട് വെക്കുക കേട്ടോ, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ. പിന്നെ ഇതൊക്കെ എക്സ്ട്രാ വരുന്ന പഞ്ചസാര, പിന്നെ എക്സ്ട്രാ വരുന്ന ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ടുള്ളത് കൂവപ്പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഉപ്പയും ഉമ്മയും വാങ്ങിച്ചു തന്നിട്ടുള്ള സാധനമാണ് കൂവപ്പൊടി. അതുപോലെ തന്നെ റാഗീൻ്റെ പൊടിയൊക്കെ. ഇത് ഇങ്ങനത്തെ ടിന്നിലായിട്ട് തന്നെ മേടിക്കണം കേട്ടോ. നല്ല ടിന്നാണ്, നല്ലൊരു ഷേപ്പും അത്യാവശ്യം സാധനങ്ങൾ കൊള്ളുന്നതൊക്കെ. ഇപ്പോൾ നമ്മൾ അച്ചാറൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ടിന്നിൽ കിട്ടുമല്ലോ, അതുപോലെ ഇതിങ്ങനെ ടിന്നിലായിട്ട് തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ടിന്ന് കളഞ്ഞിട്ടില്ല ഇതുവരെ, കാരണം എനിക്കിത് യൂസ്ഫുൾ ആണ്. അങ്ങനെ പക്ഷേ നിങ്ങൾ എല്ലാ ടൈപ്പ് പഴയ ടിന്നുകളും പണ്ട് ഈ ഹോർലിക്സിൻ്റെ കുപ്പിയൊക്കെ എടുത്ത് വെക്കണവർ അങ്ങനെ എനിക്ക് താല്പര്യമില്ല കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ചാൽ ഓർഗനൈസ് ചെയ്ത് വെച്ചതൊക്കെ ഒരു അടുക്കും ചിട്ടില്ലാണ്ടാവും. ഇതിപ്പോൾ ഏകദേശം എൻ്റെ സ്റ്റോർ റൂമിനോട് കുഴപ്പമില്ലാതെ മാച്ച് ചെയ്യുന്ന രീതിയിലൊരു സാധനം ആയതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് ഞാൻ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കണ്ടോ കുറച്ച് ചിപ്സ് ഒളിപ്പിച്ച് വെച്ചത്, ഇതും ഞാൻ മക്കളെ പഠിച്ച് ഒളിപ്പിച്ച് വെക്കണതാണ് കേട്ടോ. അതായത് ഇതിപ്പോൾ കാണുന്ന രീതിയിൽ ഞാൻ ഫ്രണ്ടിൽ തന്നെ കയറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവർ ഇടയ്ക്കിടയ്ക്ക്, ഒന്നാമത് സ്റ്റോർ റൂമിന് ഡോറേ ഇല്ലല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കും, കംപ്ലീറ്റ് ഇങ്ങനെ ഒരു നടത്തണം. ആ നടത്തത്തിനിടയ്ക്ക് ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ കൈയിട്ട് വാരിയത് അപ്പം തന്നെ തീർക്കും. വെറുതെ അവരെന്നെ അറിയുന്നുണ്ടാവില്ല അവരിങ്ങനെ ഇത് കുറച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്കൊരു വൈകുന്നേരത്തെ ചായക്കെടുക്കണം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നമുക്കൊന്ന് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ സാധനം ഉണ്ടാവില്ല, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കഴിഞ്ഞതൊന്നും, അവർക്ക് മാത്രം അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെക്കുന്നതാണ് കേട്ടോ.
ഇത് അവർക്ക് അറിയുന്നുണ്ടാവും, അവർ ചിലപ്പോൾ എടുക്കണുണ്ടാവും, എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇത് ഞാൻ മിക്സി വാങ്ങിച്ചിട്ടുള്ള മിക്സീൻ്റെ ബോക്സ്, പിന്നെ അതേപോലെ ഒരു അങ്ങനെ എക്സ്ട്രാ വരുന്ന കുറച്ച് വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും എടുക്കാത്ത, അതൊക്കെ ഞാൻ മേലെ കയറ്റി വെച്ചത്. ഇതിപ്പോൾ ഈ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബാസ്ക്കറ്റ് പോലെ ഉണ്ടാവുക. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു കൊട്ട പോലെ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ആക്ച്വലി ഇതിൻ്റെ ഉപയോഗം അതൊന്നും അല്ല കേട്ടോ. ഇതും ഞാൻ ആ ഒരു വൈറ്റ് ക്രോക്കറീസ് എന്ന് പറഞ്ഞിട്ടുള്ള മലപ്പുറത്തുള്ള ആ ഒരു കട ഉണ്ടല്ലോ, സാധനങ്ങളൊക്കെ ഉപ്പാൻ്റെ കൂടെ പോയി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അന്ന് അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു സ്റ്റൂളാണ്. നമുക്ക് ഇരിക്കാനും ചവിട്ടി കയറാനും ഒക്കെ പറ്റിയ അത്യാവശ്യം ദമ്മുള്ള ഒരു നല്ല സ്റ്റൂളാണ് കേട്ടോ. എനിക്ക് എന്താ ഇത് ഇഷ്ടപ്പെടാൻ കാരണം, ഒന്ന് ഇതിൻ്റെ കളറാണ്, പിന്നെ ഇതിൻ്റെ ഒരു യുണീക്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെ തിരിച്ചു വെച്ചാൽ നമുക്ക് ബാസ്ക്കറ്റായിട്ട് ഉപയോഗിക്കാനും പറ്റും. പിന്നെന്താ അതിൻ്റെ സൈഡിൽ നല്ലൊരു ഹാൻഡിൽ പോലെ ആ ഹോള് വന്നുകൊണ്ട് പിടിക്കാനൊക്കെ സുഖമാണ്. പിന്നെ ഇത് ചവിട്ടി കയറിയാൽ പൊട്ടുമെന്നൊക്കെ നമുക്ക് കണ്ടങ്ങനെ പേടി തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്കിത് സ്റ്റോർ റൂമിൽ നല്ല യൂസ്ഫുൾ ആണ്. കാരണം സ്റ്റോർ റൂമിൽ മേലത്തെ തട്ടൊക്കെ ക്ലീൻ ആക്കാനും, അത് സ്റ്റോർ റൂം വലിയ ഹൈറ്റുള്ള ഒരു സംഭവമല്ല കേട്ടോ. അപ്പോൾ തട്ടുകളൊക്കെ അത്യാവശ്യം നമുക്ക് ഇതിമ്മ കയറി നിന്നാൽ എത്തുന്ന തട്ടുകളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിമ്മ ഞാൻ ചവിട്ടി കയറി നിന്നിട്ട് ഒന്ന് തട്ടുകളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി തുടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ദൂരേക്ക് അവിടെ നീക്കി വെക്കാൻ, അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ എനിക്ക് ഈ ഒരു സ്റ്റൂള് യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഈ ഫാനൊക്കെ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്തൊക്കെ, ഫാൻ ഒരുപാട് മേലെയൊന്നുമല്ല ഇവിടെ, കാരണം സീലിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഫാനൊക്കെ അടുത്തടുത്ത് തന്നെയാണ്, നമുക്ക് ഒരുപാട് ഉയരത്തിലൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ചെറിയ സ്റ്റൂളുമ്മ കയറി നിന്നാൽ തന്നെ എനിക്ക് അത്യാവശ്യം എൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റൂളാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറുമായിട്ടും ഞാൻ ഇതേ ഒരു ഡിസൈനുള്ള ബാത്റൂമിലേക്ക് ബക്കറ്റുകൾ, കപ്പുകൾ ഒക്കെ ഞാൻ ഈ ഒരു ടോണിലാണ്, ഈ ഒരു കമ്പനീൻ്റെ തന്നെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഒരു ബോക്സിൽ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ വാങ്ങിപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങരുത്. ഇതും ഞാൻ ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഇനി വേറെ എവിടെ നിന്ന് വാങ്ങിയതാണ് എനിക്ക് അറിഞ്ഞു കേട്ടോ. ഞാൻ വെറുതെ അറിയാതെ ആ ഷോപ്പിൻ്റെ പേര് പറഞ്ഞ് ചീത്തപ്പേരാക്കണ്ടല്ലോ. ഇത് സംഭവം ഷോപ്പിൻ്റെ പ്രശ്നമല്ല, ഇതൊരു കമ്പനി പ്രൊഡക്റ്റ് ആണല്ലോ. യൂസ്ലെസ് ആണ് കേട്ടോ. എന്താ അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അതിൽ എന്തെങ്കിലും ഇപ്പോൾ പൊട്ടാറ്റോ ഒക്കെ ചോപ്പ് ചെയ്യുന്ന പിക്ചറൊക്കെ അതിനകത്ത് കാണും, പക്ഷെ പൊട്ടാറ്റോ ഒക്കെ വെച്ച് ചോപ്പ് ചെയ്താൽ അപ്പം തന്നെ പൊട്ടിപ്പോകും കേട്ടോ. ഒന്നിനും പറ്റാത്തൊരു വേസ്റ്റ് സാധനം. ഞാൻ അതെല്ലാം കൂടെ പെറുക്കി കൂട്ടി ആ ബോക്സിനകത്ത് തന്നെ ഇട്ടിട്ട് അവിടെ ഡംപ് ചെയ്തൊരു സൈഡിൽ ഇങ്ങനെ വെച്ചിക്കാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഒരു എവിടെയും കളയാനും കൂടെ പറ്റാത്ത സാധനങ്ങളാണ്. ഇനി ആക്രിയിൽ വല്ലതും കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു തലമുടക്കായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ആകെ എൻ്റെ സ്റ്റോർ റൂമിലുള്ളൂ കേട്ടോ. ഇനി ഒരു ഒറ്റ സംഭവം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ബെഡ്റൂമിലൊക്കെ തൊട്ടിൽ കെട്ടാൻ വേണ്ടി കമ്പി കൊടുക്കുമല്ലോ റൂഫിൽ, അതുപോലെ ഒരു കമ്പി ഇവിടെ റൂഫിൽ നമ്മൾ വളച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണമല്ല, ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ നീളത്തിലൊരു ജനൽ കൊടുത്തല്ലോ സൈഡിൽ, ആ ജനലിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ റൂഫിൽ നമ്മളൊരു കമ്പി കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ രണ്ട് കമ്പിയും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഹാങ് ചെയ്തിടണമെങ്കിൽ, സപ്പോസ് ഇപ്പോൾ എന്താ പറയുക, ഒരു പഴക്കൊലയൊക്കെ കൊണ്ടുവന്നാൽ അത് തൂക്കിയിടണമെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ തറവാട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് അവർ ചെയ്തിരുന്നിട്ട്, ഇതുപോലെ തൂക്കിയിടുക ചെയ്യുക. പഴക്കൊലയൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തൂക്കിയിടും, എന്നിട്ട് അതിന്മേൽ ഇങ്ങനെ ഇരിഞ്ഞെടുത്തിട്ട് കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ഇതുവരെ പഴക്കൊലയൊന്നും തൂങ്ങി ആടേണ്ടി വന്നിട്ടില്ല. എന്താ പറയുക, അത് പക്ഷേ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ. ഞാനിപ്പോൾ ആ ജനലിൻ്റെ അവിടെ ഒരെണ്ണം ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും ഒരു ചെടി വെച്ചാലോ എന്നൊക്കെ ഞാൻ തൂക്കിയിട്ടാലോ എന്നൊക്കെ ആലോചിക്കലുണ്ട് കേട്ടോ. കാരണം ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അത്യാവശ്യം വെളിച്ചമൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ അവിടെ എന്തെങ്കിലും ഒരു ചെടി തൂക്കിയിട്ടാലോ എന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കലുണ്ട്. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയും തോന്നും, അവിടെ ഇങ്ങനെ ഒരു ഇടയാണല്ലോ, അപ്പോൾ അവിടെ ഒറ്റപ്പെട്ടൊരു ചെടി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനോടൊരു പാവവും തോന്നും എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരെണ്ണം വെക്കാത്തത് കേട്ടോ. കാരണം അത് ഒറ്റയ്ക്ക് വേറെ ചെടികളുടെ ഒന്നും കമ്പനി ഇല്ലാതെ അതവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമല്ലേ, ആ ഒരു മൂലയിൽ ആരും കാണാതെ അങ്ങനെയൊക്കെ ആലോചിക്കും ഞാൻ. പൊട്ട ചിന്തകളൊക്കെയാണ്, എന്നാലും അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ചെടി വെക്കാതിരിക്കുന്നതാണ് കേട്ടോ. അവിടെ ഒറ്റയ്ക്കായിട്ടൊരു ചെടി വെക്കണ്ട, വേറെയൊക്കെ ചെടികളുടെ കൂടെ ആകുമ്പോൾ അങ്ങനെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെക്കാതിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് എനിക്ക് സ്റ്റോർ റൂമിനെ പറ്റി പറയാനുള്ളത്. പാർട്ട് 1
കണ്ടവർ പാർട്ട് 2 കൂടി കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുള്ള് കാണാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഇതിൽ എന്തെങ്കിലും ഇതേപോലെ കോപ്പി ചെയ്യണം എന്ന് വിചാരിച്ചൊന്നുമല്ല കേട്ടോ ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ ടിപ്സ്, കാരണം ഞാൻ വീട് പണി നടക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഉപയോഗമുള്ള കാര്യങ്ങൾ ടിപ്സൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് പിൻട്രസ്റ്റിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയ കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത്ര മതി എനിക്ക്. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എനിക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട് കേട്ടോ. എന്നോട് കുറേ ആയിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ചെടികളുടെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇടലുണ്ടല്ലോ. അപ്പോൾ എന്നോടൊരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾ ചെടികൾക്ക് പെസ്റ്റിസൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ അടിക്കുമല്ലോ നമ്മൾ, പുഴുക്കളൊക്കെ വരാതിരിക്കാൻ അല്ലെങ്കിൽ പുഴുക്കളൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്താണ് എന്താ പറയുക കൊടുക്കാറുള്ള മരുന്ന് എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനത് എപ്പോഴും ഈ ഒരു സാധനം നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് കാർ പോർഷൻ്റെ ഏരിയയിലാണ് ചെടിക്കടിക്കുന്ന മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതെൻ്റെ കൈ കൊണ്ട് വല്ലാതെ തൊടാനൊന്നും ബാബു സമ്മതിക്കൂല കേട്ടോ. ബാബുവിൻ്റെ കൈ കൊണ്ട് തന്നെ ബാബു അതൊക്കെ അടിക്കുള്ളൂ, എന്നെ ആ ഭാഗത്തേക്ക് അടിപ്പിക്കൂല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരെന്താന്ന് നോക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. രാത്രി ഓർമ്മ വരും, രാവിലെ ആകുമ്പോൾ മറക്കും, പിന്നെ രാത്രി ഓർമ്മ വരും, രാവിലെ ആകുമ്പോൾ മറക്കും. അപ്പോൾ ആ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ക്വിനാൽഫോസ് 25% എന്നാണ് കേട്ടോ. ഞങ്ങളിത് യൂട്യൂബിൽ കണ്ടിട്ട് കുറേ തിരഞ്ഞ് നടന്ന് അവസാനം കൊണ്ടോട്ടിയിൽ ഉള്ളോട്ടുള്ളൊരു ഷോപ്പിൽ നിന്ന് എവിടുന്നോണ് ഞങ്ങൾക്കിത് കിട്ടിയത്. ഇതെന്തിനാണ് ഞങ്ങൾ തിരഞ്ഞ് നടന്നതെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ താമസിച്ച് പിന്നെ മഴക്കാലം തുടങ്ങിയതിൻ്റെ ശേഷം ആ ഒരു സമയത്ത് ഒരുപാട് മറ്റേ ഈ ചേരാട്ടം ഉണ്ടല്ലോ, രണ്ട് സൈഡിലെ ഗോൾഡൻ കളറുള്ള ഒരു പുഴു മണ്ണിലൊക്കെ ഉണ്ടാവണേ, അതിൻ്റെ ഒരു ശല്യം അത് ഒരുപാടുണ്ടായിരുന്നു. എന്നിട്ട് വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ അത് കയറി വരുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ എങ്ങനെ കൊല്ലാം, ഒരു മരുന്നടിച്ചാലും ചാവുന്ന ഒരു സാധനം അല്ല കേട്ടോ അത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് കുറക്കാം, ഇല്ലാതാക്കാം എന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു മരുന്ന് കേട്ടത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മരുന്ന് കൊണ്ടുവന്നതും. ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിച്ചട്ടിയിൽ ഒഴിക്കാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത് തന്നെ നമ്മൾ വെള്ളത്തിൽ കുറച്ച് കലക്കിയിട്ട് നമുക്ക് മറ്റേത് ജീവികൾക്കും, തൊപ്പപ്പുഴോ അങ്ങനെ എന്ത് നമ്മൾ ചെടികളെ അറ്റാക്ക് ചെയ്യാനുണ്ടെങ്കിലും ഇത് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കണം, കയ്യിലും വായിലും മൂക്കിലൊന്നും ആവാതെ, കാരണം ഇത് വിഷമാണ്. നമ്മൾ കഴിക്കാനുള്ള പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളിലൊന്നും അടിച്ചു കൊടുക്കരുത് കേട്ടോ. ചെടികളിൽ മാത്രം അടിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ താമര നട്ടിട്ടുള്ള ചട്ടിയിലെ വെള്ളത്തിൽ ഈ ഒച്ചിൻ്റെ ശല്യമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒച്ചൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതിനൊക്കെ ആ വെള്ളത്തിൽ ജസ്റ്റ് ഒരു തുള്ളി ഇങ്ങനെ ഒറ്റിച്ച് കൊടുത്താൽ നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇനി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മുടെ ഓപ്പൺ കിച്ചണിൽ നമ്മൾ വെച്ചിട്ടുള്ള ഷട്ടറാണല്ലോ. ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ചെയ്യണം എന്ന് താല്പര്യമൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഗതിനെ കുറിച്ചാണോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യേണ്ടത്, അതോ എന്താ പറയുക, നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഇട്ടിട്ടുള്ള കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് വിട്രിഫൈഡ് ടൈൽസ് ആണ് കേട്ടോ. അപ്പോൾ വിട്രിഫൈഡ് ടൈൽസ് ആണോ നല്ലത്, ക്വാർട്സ് ആണോ നല്ലത്, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. കൊറിയൻ ടോപ്പ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് ഏതാണ് നല്ലത്, അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, ഓരോന്നിനും ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചത് വിട്രിഫൈഡ് ടൈൽസ് ആയതുകൊണ്ട് തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കലുണ്ട്, ഇതുമ്പോൾ കറ പിടിക്കോ, എസ്പെഷ്യലി ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്, ഇത് കറ പിടിക്കോ, മഞ്ഞളുടെ കറ പിടിക്കോ, പുളിയുടെ കറ പിടിക്കോ, പിന്നെ എന്താണ് സ്ക്രാച്ച് വീഴോ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, കുറേ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അതേപോലെ നമ്മൾ ചൂട് തട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാനിത് വാങ്ങി പെട്ടതാണോ എന്ന് വരെ ചിലർ വിചാരിക്കുന്നുണ്ടാവുമല്ലോ. അതായത് ചിലതൊക്കെ എന്താ പറയുക, വൈറ്റ് കൗണ്ടർ ആക്കി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യല്ലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയൊക്കെ പലരും ചോദിക്കലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡൗട്ട്സ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് എന്താ പറയുക ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് ഞങ്ങൾ ബാത്റൂമിൽ എന്താ പറയുക വാഷ് ബേസിൻ വെച്ചിട്ടുള്ള ഏരിയയിലും, പിന്നെ ഞങ്ങൾ ഡൈനിങ് ഹാളിലുള്ള ഈ വാഷ് ബേസിൻ വെച്ചിട്ടുള്ള ഏരിയയിലും, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടോപ്പിലും എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡ്രോബാക്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്തത് ഏത് വീഡിയോ വേണം, ആ ഒരു ഷട്ടറിൻ്റെ വീഡിയോ വേണോ അതോ ഈ കൗണ്ടർ ടോപ്പിൻ്റെ വീഡിയോ വേണോ എന്നുള്ളത്
കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത്രയും നേരം എൻ്റെ വർത്താനമൊക്കെ സഹിച്ച് ഈ വീഡിയോ കണ്ടിരുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്